ഓം ഗംഗണപതേ നമ. ഓം സം സരസ്വത്യേ നമ. ഓം ഗുരുഭ്യോ നമ. ഓം സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ. ഓം പം പരമാത്മനേ നമ. നമസ്കാരം. ഞാൻ ശക്തയും എല്ലാ സജ്ജനങ്ങൾക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ന് സജ്ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, ഒന്നാം പാദം ഈ നക്ഷത്ര ജാതരുടെ 2025 ഒക്ടോബർ 1 മുതൽ 2025 ഡിസംബർ 5 വരെയുള്ള ജ്യോതിഷപരമായിട്ടുള്ള ഗുണദോഷ ഫല സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 2 മാസത്തോളം വരുന്ന കാലഘട്ടത്തിലെ ജ്യോതിഷ ഗുണഫല വിവരങ്ങൾ ഒരു വീഡിയോയിൽ സമർപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, 1201 ആണ്ട് തുലാമാസം 1 തീയതി മുതൽ വൃശ്ചിക മാസം 18 വരെ, അതായത് 2025 ഒക്ടോബർ മാസം 18 മുതൽ 2025 ഡിസംബർ മാസം 5 വരെയുള്ള കാലം വ്യാഴഗ്രഹം അതിചാരനിലയിൽ അല്ലെങ്കിൽ വക്രഗതിയിൽ മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ഈ സമയത്ത് വ്യാഴത്തിൻ്റെ രാശിമാറ്റ ഫലവും ചേർത്ത് 2025 ഒക്ടോബർ മാസം 1 മുതൽ 2025 ഡിസംബർ മാസം 5 വരെയുള്ള കാലഘട്ടത്തിലെ ഗുണദോഷ ഫല സാധ്യതകളാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ചരരാശി ഗ്രഹസ്ഥിതി കൊണ്ട് അതിനെ ആശ്രയിച്ച് പറയുന്ന ഫലസാധ്യതകളാണ്. ഇത് എങ്ങനെയാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, ഒന്നാം പാദ നക്ഷത്ര ജാതന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഏതൊരു ചിങ്ങക്കൂറുകാരനായിട്ടുള്ള നക്ഷത്ര ജാതന്റെയും ജാതകമനുസരിച്ച് 2025 ഒക്ടോബർ 1 മുതൽ 2025 ഡിസംബർ മാസം 5 വരെയുള്ള കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ഒക്ടോബർ 1 മുതൽ 18 വരെ വ്യാഴം 11-ലും രാഹു 7-ലും ശനി 8-ലും കേതു ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഒക്ടോബർ 19 മുതൽ ഡിസംബർ 5 വരെ വ്യാഴം 12-ലേക്ക് അതിചാരത്തിൽ അല്ലെങ്കിൽ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഒക്ടോബർ 1 മുതൽ 18 വരെ ഉള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, വളരെയേറെ ഐശ്വര്യകരമായ ഒരു കാലഘട്ടമാണ് ഒക്ടോബർ 1 മുതൽ 18 വരെ ഉള്ളത്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ തീർക്കാൻ സാധിക്കും. കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ പരിഹാരമുണ്ടാകും. ദാമ്പത്യപരമായിട്ടുള്ള ചേർച്ച വർദ്ധിക്കാനിടയുണ്ട്. രോഗദുരിതങ്ങളെ ഭയക്കേണ്ടി വന്നാൽ പോലും അവയ്ക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഒരു നേട്ടങ്ങളുടെയും ഗുണഫലങ്ങളുടെയും ഒരു കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 18 വരെയുള്ള കാലഘട്ടത്തെ വിലയിരുത്താം. ചുരുക്കത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നെങ്കിൽ ശനിപ്രീതി വരുത്തുക. ശനിയാഴ്ച ദിവസം നീരാജനം സമർപ്പിക്കുക. ശനിയാഴ്ച ദിവസം സർപ്പക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച ദിവസം ചാമുണ്ഡി ദേവിക്ക് വഴിപാട് നടത്തുക. ഇത്രയും മതിയാകും. ഇനി 2025 ഒക്ടോബർ 19 മുതൽ 2025 ഒക്ടോബർ 31 വരെയുള്ള കാലഘട്ടത്തിൽ ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, ഒന്നാം പാദക്കാർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരിക എന്ന് ചോദിച്ചാൽ, പ്രവാസ ജീവിതത്തിലേക്ക് നയിക്കപ്പെട്ടതാണ്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ ഉപരിപഠന വിഷയങ്ങളുമായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറുവാൻ ഇടയുണ്ട്. പ്രിയപ്പെട്ടവരിൽ ആരുടെയെങ്കിലും ഒരു അകൽച്ചയോ വേർപാടോ വിയോഗമോ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില ഭയാശങ്കകൾക്ക് ഇടയാക്കിയേക്കുവാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള ചിലവുകളെ എത്രയേറെ നിയന്ത്രിച്ചാലും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പോയേക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനച്ചിലവുകൾ വന്നേക്കാം. ദുർച്ചിലവുകളായിരിക്കും
അതിലേറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ നീതിബോധത്തിന് നിരക്കാത്ത ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നേക്കാം. എവിടെയെങ്കിലും വീഴ്ച സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ക്ഷതപതനാദി ദുഃഖം ഉണ്ടാവാതിരിക്കുവാനും ശ്രദ്ധിക്കണം. അപ്പോൾ 2025 ഒക്ടോബർ 19 മുതൽ 2025 ഒക്ടോബർ 31 മുതൽ 31 വരെയുള്ള കാലഘട്ടത്തിൽ വിദേശയാത്രയ്ക്ക് പറ്റിയ സമയമാണ്. വേണ്ടപ്പെട്ടവരുമായിട്ട് ഒരകൽച്ച ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് കൂടുതൽ വിട്ടുവീഴ്ചകളും ക്ഷമാശീലവും പുലർത്തണം. ധനപരമായുള്ള ചിലവുകളിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. നീതി രഹിതമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടരുത്. അതുപോലെ തന്നെ ഉയരങ്ങളിൽ നിന്ന് വീഴാതിരിക്കാനും നടന്നു പോകുമ്പോൾ കാല് തന്നെ വീഴാതിരിക്കുവാനും ഒക്കെ വേണ്ടുന്ന ഒരു ശ്രദ്ധയും ജാഗ്രതയും കൂടെ വച്ചു പുലർത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ 2025 ഒക്ടോബർ 19 മുതൽ 2025 ഒക്ടോബർ 31 വരെയുള്ള കാലഘട്ടത്തിലെ ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് വ്യാഴപ്രേതി, അതായത് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ദിവസം ശാസ്താവിനെയോ മഹാദേവനെയോ ദർശനം നടത്തി നീരാജന സമർപ്പിക്കുന്നത് നന്നായിരിക്കും. ഇനി 2025 നവംബർ 1 മുതൽ ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, പ്രവാസ ജീവിതത്തിലേക്ക് വീണ്ടും സഞ്ചരിക്കുവാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അന്യായത്തെ കാണുമ്പോഴാണെങ്കിലും ന്യായമല്ലാത്തത് കേൾക്കുമ്പോഴാണെങ്കിലും അവയിലൊക്കെ പ്രതികരിക്കുവാനുള്ള ഒരു താല്പര്യം നല്ലതാണെങ്കിലും അതിസാഹസികതയായി മാറരുത് അത്തരം പ്രകടനങ്ങൾ. പ്രത്യേകിച്ച് വാഹന ഉപയോഗം മുതൽ ഏത് കാര്യത്തിലും അതിസാഹസികത സൂക്ഷിക്കുക. ദാമ്പത്യപരമായിട്ട് കൂടുതൽ വിട്ടുവീഴ്ചകളും ശ്രദ്ധയും ജാഗ്രതയും ക്ഷമയും ഒക്കെ പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. യാത്രാവേളകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. മനസ്സറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അപവാദങ്ങൾ വന്നാൽ അതിലേക്ക് പൊട്ടിത്തെറിച്ച് എടുത്ത് ചാടി വീണ് കാര്യം കുളവാക്കരുത്. നിങ്ങളെ സംബന്ധിക്കുന്നതല്ല ആ വിഷയമെങ്കിൽ തികഞ്ഞ അവജ്ഞയോടുകൂടെ തള്ളിക്കളയുന്നതായിരിക്കും നല്ലത്. പ്രമുഖ ക്ഷേത്രങ്ങളിലുള്ള തീർത്ഥാടനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മംഗളകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളോ ഒക്കെ മാറ്റിവെക്കാനിടയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടുന്നൊരു കാലഘട്ടമാണ്. ധനപരമായ വിഷയങ്ങളിൽ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഒരിക്കലും ഗുണകരമായിരിക്കില്ല. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിലും അത് പറഞ്ഞു തീർക്കുവാൻ വേണ്ടിയിട്ട് യോഗ്യരായിട്ടുള്ളവരെ ആയിരിക്കണം നിയോഗിക്കേണ്ടത്. അതല്ലാതെ ഈ പെരയ്ക്ക് തീ പിടിക്കുമ്പം വാഴ വെട്ടാമെന്ന് ചിന്തിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടിച്ചു കയറിയിട്ട് അതിൽ നിന്നും എനിക്കെന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന മ്ലേച്ഛന്മാരെ ഒരു കാര്യത്തിലും കുടുംബപരമായ വിഷയങ്ങളിലും ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് ബുദ്ധി. ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ പോകണം. കാരണം ഇപ്പം ഈ 2025 ഒക്ടോബർ 18 വ്യാഴത്തിൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ചിലവ് അധികരിക്കുന്ന തരത്തിലേക്കാണ് മാറുന്നത്. വരുമാനം കുറയുമെന്നല്ല അർത്ഥം. ചിലവുകൾ വർദ്ധിക്കുക, അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒക്കെ സാമ്പത്തിക ചിലവുകൾ വർദ്ധിക്കുക. ചിലവുകൾ വർദ്ധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള വരുമാനം ഉണ്ടാകണമല്ലോ. അപ്പോൾ വരുമാന രംഗം തടസ്സപ്പെടുന്നില്ല. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ആശങ്കകൾ ഉണ്ടായാൽ പോലും സാമ്പത്തിക വരവിനൊന്നും വലിയ കുഴപ്പമുണ്ടാകത്തില്ല. തൊഴിൽ ഇല്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിലും അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ശമ്പള സ്കെയിലോട് കൂടിയ ഒരു തൊഴിൽ തൽക്കാലം കിട്ടാനിടയില്ല. എങ്കിലും ചെറിയ രീതിയിലുള്ളൊരു തൊഴിലെങ്കിലുമൊക്കെ ഇപ്പം ശ്രമിച്ചാൽ കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം എന്ന് പറയുന്നത് കടബാധ്യതകൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കരുത്. എന്തു തന്നെ കാര്യമായാലും കഴിവതും കടബാധയിൽ പോയി തലവയ്ക്കാതിരിക്കുക. കടബാധ്യതകൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് കൊടുത്തു തീർക്കുന്ന തരത്തിലേക്ക് പോവുക. കടബാധ്യതകൾ സംബന്ധിച്ചും ചില മനക്ലേശങ്ങളോ ചില വാക്ക് തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. അവയുമൊക്കെ നമ്മൾ ക്ഷോഭം കൊണ്ട് പ്രശ്നം വഷളാക്കാതെ ക്ഷമ കൊണ്ട് എല്ലാത്തിനെയും രമ്യതപ്പെടുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും കാലം വളരെ മോശമാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ചെറിയ 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 പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. 2025 നവംബർ 1 മുതൽ ഡിസംബർ 5 വരെയുള്ള കാലഘട്ടത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക.
വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രധാരണവും ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാട് സമർപ്പണവും പ്രാർത്ഥനയും ചെയ്തു പോകുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി നമുക്കിവിടെ വിശദീകരിക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.